Hello dears, welcome to the class. Today we are going to discuss about our 6th unit Forest Fest. Kaatile Ulsavam. Okay, let's start our class. Hello friends. Circus, Well of Death, acrobatics, bazaars, dance, music, many contests. Come, watch, enjoy. പ്രിയരെ, സർക്കസ്, മരണക്കിണർ, അഭ്യാസ പ്രകടനങ്ങൾ, കച്ചവട ചന്തകൾ, കലാപരിപാടികൾ, വിവിധ മത്സരങ്ങൾ, വരുവിൻ, കാണുവിൻ, ആസ്വദിക്കുവിൻ. അപ്പോൾ കാട്ടിലെ ഉത്സവത്തിനായിട്ടുള്ള നോട്ടീസ് വിതരണം ചെയ്യുകയാണ് എല്ലാവരോടും ചെല്ലാനായി പറഞ്ഞിട്ട്. കാട്ടിലുള്ള മറ്റ് മൃഗങ്ങളെ അതെല്ലാം അറിയിക്കുകയാണ് ഒരു വണ്ടിയിൽ വിളിച്ച് പറഞ്ഞിട്ട്. ഡാൻസ് ഓഫ് മൈലാശാൻ. ടുഡേ there is a dance by മൈലാശാൻ. See his picture. Let's color it and make it beautiful. Find the answer to the problem in each box below. Give color of the boxes to respective answer. White boxes mean no color. മൈലാശാൻ്റെ നൃത്തം. ഇന്ന് മൈലാശാൻ്റെ നൃത്തമുണ്ട്. മൈലാശാൻ്റെ ചിത്രം നോക്കൂ. നിറം കൊടുത്ത് ഭംഗിയാക്കിയാലോ? താഴെ കൊടുത്തവയുടെ ഉത്തരം വരുന്ന കളങ്ങളിൽ മാത്രം നിറം കൊടുക്കൂ. കളങ്ങളിലെ നിറം തന്നെ ഉത്തരത്തിനും കൊടുക്കണം. വെള്ള നിറത്തിലുള്ളവയുടെ ഉത്തരങ്ങൾക്ക് നിറം കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇന്ന് മൈലാശാൻ്റെ നൃത്തമുണ്ട്. മൈലാശാൻ്റെ ചിത്രം ഒന്ന് ഭംഗിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ? കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ച് ആ ചോദ്യത്തിൻ്റെ അതേ കളർ വേണം ഉത്തരത്തിനും കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തേത് നോക്കൂ. ഡാർക്ക് ബ്ലൂ ആണ് അല്ലേ? 15 മൈനസ് 12. 15ൽ നിന്ന് 12 മൈനസ് ചെയ്താൽ എങ്ങനെയാണ്? വൺസ് പ്ലേസ് നോക്കൂ. 5 മൈനസ് 2 ഈക്വൽ ടു 3. 5ൽ നിന്ന് 2 പോയാൽ 3. പിന്നെ ടെൻസ് പ്ലേസിലുള്ള 1ൽ നിന്ന് 1 മൈനസ് ചെയ്ത് കളഞ്ഞാൽ 0. ആൻസർ എന്ന് പറയുന്നത് 3. നെക്സ്റ്റ് 12 മൈനസ് 10. എത്രയാണ് ആൻസർ വരുന്നത്? 2 ആണ് ആൻസർ വരുന്നത്. ഇതിന് ഓറഞ്ച് കളറാണ് കൊടുക്കേണ്ടത്. അടുത്തത് 19 മൈനസ് 10. 19ൽ നിന്ന് 10 പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 9. അപ്പോൾ ഇതിന് വൈറ്റ് കളറാണ്. അതുകൊണ്ട് മറ്റു കളറൊന്നും കൊടുക്കേണ്ടതില്ല. നെക്സ്റ്റ് 10ൽ നിന്നും 5 മൈനസ് ചെയ്താൽ ആൻസർ വരുന്നത് 5 തന്നെയാണ്. അപ്പോൾ ഗ്രീൻ കളർ കൊടുക്കണം. നെക്സ്റ്റ് 20 മൈനസ് 10. 20ൽ നിന്നും 10 മൈനസ് ചെയ്താൽ ആൻസർ വരുന്നത് 10 ആണ്. വൈറ്റ് ആണ് കളർ വരുന്നത്. നെക്സ്റ്റ് 3 മൈനസ് 2. ആൻസർ വരുന്നത് 1 ആണ്. യെല്ലോ കളറാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് 19 മൈനസ് 11. ഫസ്റ്റ് പൊസിഷനിൽ 9 മൈനസ് 1. ആൻസർ വരുന്നത് 8. ടെൻസ് പ്ലേസിൽ 1 മൈനസ് 1 0. അപ്പോൾ ആൻസർ 8. വൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് 19 മൈനസ് 12. ഫസ്റ്റ് പ്ലേസിലുള്ളത് 9 മൈനസ് 2 ആണ്. ആൻസർ വരുന്നത് 7. 1 മൈനസ് 1 0. സോ ആൻസർ ഈസ് 7. നെക്സ്റ്റ് 12 മൈനസ് 1. ആൻസർ വരുന്നത് 11 എന്നാണ്. ലൈറ്റ് ബ്ലൂ കളർ കൊടുക്കണം. നെക്സ്റ്റ് 8 മൈനസ് 2. 8ൽ നിന്ന് 2 പോയാൽ വരുന്നത് 6. അടുത്തത് 8 മൈനസ് 4. 8ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത് 4 ആണ്. ബ്ലാക്ക് കളർ കൊടുക്കണം. നെക്സ്റ്റ് 15 മൈനസ് 3. 15ൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോൾ 12 എന്നാണ് ആൻസർ ലഭിക്കുന്നത്. വൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കിട്ടിയ ഓരോ ആൻസറിനും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ കളർ വേണം കൊടുക്കേണ്ടത്. ഡാൻസ്. മിനി കെയിം ടു വാച്ച് ദ ഡാൻസ്. ഒരുപാട് പേര് ഡാൻസ് കാണാനായിട്ട് വന്നു. ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അഡൽട്ട് ₹8, വലിയവർക്ക് 8 രൂപയും ചിൽഡ്രൻ ₹6, കുട്ടികൾക്ക് 6 രൂപയുമാണ്. ഓൾഡ് മങ്കി കെയിം വിത്ത് ദ യങ് മങ്കി. They gave a 20 rupee note for the tickets. How much did they get back?
ഹൗ മച്ച് ഫോർ ദ ടിക്കറ്റ്സ്? കുരങ്ങച്ചനും കുട്ടിക്കുരങ്ങനും കൂടിയാണ് വന്നത്. 2 പേർക്കും ടിക്കറ്റ് എടുത്തു. 20 റുപ്പീസാണ് അവർ കൊടുത്തത്. ബാക്കി എത്ര കിട്ടും അവർക്ക് തിരിച്ച്? ഫോർ ഓൾഡ് മങ്കി, വലിയവർക്ക് എത്ര രൂപയാണ്? 8 റുപ്പീസ്. ഫോർ യങ് മങ്കി, ചെറിയ കുരങ്ങൻ എത്രയാണ്? 6 റുപ്പീസ്. ടോട്ടൽ 8 പ്ലസ് 6. ആൻസർ വരുന്നത് 14 റുപ്പീസ്. 14 രൂപയാണ് ടിക്കറ്റിന് വരുന്നത്. ടു ഫൈൻഡ് ഹൗ മച്ച് ദേ ഗെറ്റ് ബാക്ക്, ടേക്ക് 14 ഫ്രം 20. ടിക്കറ്റ് കഴിച്ച് അവർക്ക് ബാക്കി എത്ര തിരിച്ചു കിട്ടും? 20 രൂപയാണ് കൊടുത്തത് അല്ലേ? 14 രൂപയാണ് അവരുടെ ടിക്കറ്റിന്. ടേക്കിംഗ് 10 ഫ്രം 20 ലീവ്സ് 10. 4 ഫ്രം 10 ലീവ്സ് 6. 20 മൈനസ് 14 ഈക്വൽ ടു 6. ബാക്കി കണക്കാക്കാൻ 20-ൽ നിന്ന് 14 കുറയ്ക്കണം. 20 കുറയ്ക്കണം 14. എന്താണ് 14 കുറയ്ക്കാൻ കാരണം? 2 പേർക്കും കൂടി 14 രൂപയെ ടിക്കറ്റിന് വരുന്നുള്ളൂ. പക്ഷേ അവർ 20 രൂപയാണ് കൊടുത്തത്. അപ്പോൾ ബാക്കി കിട്ടണം അല്ലേ? 20-ൽ നിന്ന് 10 കുറച്ചാൽ എത്രയാണ്? 10 അല്ലേ? 14 കുറയ്ക്കാനുള്ള വഴികളാണ്. അപ്പോൾ 14 എന്നതിൽ 10 നമ്മൾ എടുത്തു, എന്നിട്ട് 20-ൽ നിന്ന് കുറച്ചു. അപ്പോൾ 20-ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ 10 എന്ന് ഉത്തരം കിട്ടും ഇല്ലേ? ഇനി ബാക്കി വരുന്ന 10-ൽ നിന്ന് ആ 4 കൂടി കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം 6 എന്ന് കിട്ടും. ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ലൈക്ക് ദിസ് ഓൾസോ. 10 പ്ലസ് 10 മൈനസ് 10 പ്ലസ് 4. ആൻസർ ഈസ് 6. പല വിധത്തിൽ കുറയ്ക്കാം. കണ്ടില്ലേ? ഇങ്ങനെയും കുറയ്ക്കാം. എങ്ങനെയാണ്? 10 പ്ലസ് 10 20. 20യെ 2 പാർട്ടാക്കി. അതുപോലെ തന്നെ 14-നെ 10 പ്ലസ് 4 എന്ന് സ്പ്ലിറ്റ് ചെയ്തു, 2 മാറ്റി അല്ലേ? അപ്പോൾ 20-ലെ ഒരു 10 എടുത്ത് 14-ലെ 10-മായി മൈനസ് ചെയ്തു. അപ്പോൾ എത്രയാണ് കിട്ടിയത്? 10 മൈനസ് 10 ഈക്വൽ ടു 0. ഇനി ഒരു 10 കൂടി ബാക്കിയുണ്ട് അല്ലേ? ആ 10-ഉം 14-ൽ ബാക്കിയുള്ള 4-ഉം കൂടി മൈനസ് ചെയ്തു. 10 മൈനസ് 4 ഈക്വൽ ടു 6 എന്ന് ആൻസർ കിട്ടി. 20. 10 പ്ലസ് 10 14. 7 പ്ലസ് 7. Taking 7 from 10 leaves 3. 7 from the next 10 leaves 3. 20 minus 14 equal to 3 plus 3 equal to 6. ഇതിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, 2 ഭാഗങ്ങളാക്കിയിരിക്കുന്നത് 20-യെ 10 പ്ലസ് 10 എന്നും 14-നെ 7 പ്ലസ് 7 എന്നുമാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യത്തെ 10-ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ നമുക്ക് 3 എന്ന ആൻസർ കിട്ടും. രണ്ടാമത്തെ 10-ൽ നിന്നും 7 മൈനസ് ചെയ്താൽ 3 എന്ന് ആൻസർ കിട്ടും. ആ കിട്ടിയ 2 3കളും ആഡ് ചെയ്താൽ നമുക്ക് 3 പ്ലസ് 3 6 എന്ന് ആൻസർ കിട്ടും. ഫ്ലൈയിങ് കോണ്ടസ്റ്റ്. Flying contest at Megamala. There are 20 eagles in the contest. മേഘമലയിൽ പറക്കൽ മത്സരത്തിൽ 20 പരുന്തുകൾ പങ്കെടുക്കുന്നുണ്ട്. Chucky's wings are broken. She dropped out. ചക്കി പരുന്തിന് ചിറകിന് അപകടം പറ്റി. അപ്പോൾ ഈ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കും. അപ്പോൾ പാരറ്റ് പറയുകയാണ്, ഐ വാണ്ട് ടു വിൻ ദിസ് ടൈം. എനിക്ക് ഇതിൽ മത്സരിച്ച് ജയിക്കണം എന്ന്. അപ്പോൾ നമ്മുടെ മാൻ പറയുകയാണ്, സോ ദ അതർ 19 ഈഗിൾസ് വിൽ ടേക്ക് പാർട്ട്. അപ്പോൾ ചക്കിപ്പരുന്ത് ഇല്ലാതായാൽ ഇനി ബാക്കിയുള്ളത് എത്ര പേരാണ്? 19. 20 ആണ് മത്സരത്തിനുണ്ടായിരുന്നത്. അതിൽ നിന്നും ഒരാൾ മൈനസ് ചെയ്തു അല്ലേ? ഒരാൾ പോയി. അപ്പോൾ 19 ഈഗിൾസ് ആണ് പങ്കെടുക്കുന്നത് എന്ന്. ഡേ ഓഫ് ദ ഫ്ലൈറ്റ് കോണ്ടസ്റ്റ്. ക്രോസ് കെയിം വിത്ത് ദെയർ ഫാമിലീസ് 29 ക്രോസ്. പറക്കൽ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് കാക്കകൾ കുടുംബസമേതം എത്തി. 29 പേരാണ് വന്നത്. വിച്ച് ആർ മോർ, ഈഗിൾസ് ഓർ ക്രോസ്? കാക്കകളാണോ പരുന്തുകളാണോ കൂടുതൽ? ഈഗിൾസ് എത്രയാണ്? 19 ആണ്. ക്രോസ് കാക്കകൾ 29 ആണ് അല്ലേ? ഹൗ മെനി മോർ, എത്രയാണ് കൂടുതൽ? നമ്മളതിങ്ങനെ കണ്ടുപിടിക്കും. ഫോർ ദാറ്റ് ടേക്ക് എവേ 19 ഫ്രം 29. നമുക്കപ്പോൾ 29-ൽ നിന്ന്
19 മൈനസ് ചെയ്ത് കളയാം. എങ്ങനെയാണ്? 9 ഫ്രം 29 ലീവ്സ് 20, 10 ഫ്രം 20 ലീവ്സ് 10. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 29 ആണ് ക്രോസ് അല്ലേ? അപ്പോൾ ഈഗിൾസിൻ്റെ 19 എന്നുള്ളത് നമ്മൾ 10 + 9 എന്നാക്കി ഡിവൈഡ് ചെയ്തു. അപ്പോൾ 29-ൽ നിന്നും 9 മൈനസ് ചെയ്താൽ നമുക്ക് 20 എന്ന് ആൻസർ കിട്ടും. ആ 20-ൽ നിന്ന് 19-ൽ ബാക്കിയായിട്ടുള്ള 10 ഉണ്ട് അല്ലേ? അതും കൂടി ലെസ് ചെയ്താൽ നമുക്ക് ആൻസർ 10 എന്ന് കിട്ടും. അപ്പോൾ ഈഗിൾസിനേക്കാൾ ക്രോസ് 10 ആണ് കൂടുതൽ. നേരത്തെ നമ്മൾ 29-നെ ഡിവൈഡ് ചെയ്തില്ല, 19-നെ മാത്രമാണ് 2 പാർട്ടാക്കിയത് അല്ലേ? വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ഓൾസോ. ഇത് കൂടാതെ നമുക്ക് 29-നെയും അതുപോലെ തന്നെ 19-നെയും 10സും 1സും ആക്കി മാറ്റാം. അപ്പോൾ 29 എന്ന് പറയുമ്പോൾ 20 + 9 എന്നും 19-നെ 10 + 9 എന്നും എഴുതാം. എന്നിട്ട് 29-ലെ 20-ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ നമുക്ക് 10 എന്ന ആൻസർ കിട്ടും. അതുപോലെ തന്നെ 9 - 9 0 എന്ന ആൻസർ ലഭിക്കും. എന്നിട്ട് കിട്ടിയ 10 + 0 ആഡ് ചെയ്താൽ നമുക്ക് 10 എന്ന ആൻസർ കിട്ടും. 0യുടെ കൂടെ എന്ത് ആഡ് ചെയ്താലും നമുക്ക് ആ ആൻസർ തന്നെയാണ് ലഭിക്കുക. Crows are sitting in 2 branches. Monkey counted them. 18 crows in one branch. So how many in the other branch? കാക്കകൾ 2 മരക്കൊമ്പിലായി ഇരിക്കുകയാണ്. കുരങ്ങൻ എണ്ണി നോക്കി. ഒരു കൊമ്പിൽ 18 പേരുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കൊമ്പിൽ എത്ര പേരുണ്ട്? മൊത്തം കാക്കകൾ എത്രയാണ്? 29 ആണ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരു കൊമ്പിൽ 18 ആണ്. ബാക്കി എത്ര കാക്കകളുണ്ട്? അതെങ്ങനെ കണ്ടുപിടിക്കും? 29 - 18. Take 18 from 29. 10 from 29 leaves 19. 8 from 19 leaves 11. അപ്പോൾ എങ്ങനെയാണ് മൈനസ് ചെയ്യുന്നത്? 18-നെ സ്പ്ലിറ്റ് ചെയ്ത് 2 പാർട്ടാക്കി 10 + 8 എന്നിട്ടാണ് 29-ൽ നിന്നും മൈനസ് ചെയ്യുന്നത്. അപ്പോൾ 29 - 10 = 19 എന്ന് കിട്ടി. ആ 19-ൽ നിന്നും ബാക്കിയുള്ള 8 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 11 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ബ്രാഞ്ചിലിരിക്കുന്ന ക്രോസ് എന്ന് പറയുന്നത് 11. വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ഓൾസോ. ആദ്യം നമ്മൾ 18-നെ മാത്രമാണ് 2 ഭാഗമാക്കിയത് അല്ലേ? 10 + 8. എന്നാൽ ഇതിൽ 29-നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 20 + 9 എന്നാക്കി. എന്നിട്ട് 9-ൽ നിന്ന് 8 1's പ്ലേസിലുള്ള 9-ൽ നിന്ന് 8 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. 10's പ്ലേസിലുള്ള 20-ൽ നിന്ന് 10 മൈനസ് ചെയ്തപ്പോൾ 10 എന്ന് കിട്ടി. അപ്പോൾ രണ്ടും മൈനസ് ചെയ്തപ്പോൾ ആൻസർ കിട്ടിയത് 10 + 1 എന്നാണ്. 10 + 1 = 11. അപ്പോൾ ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഹൗ മെനി ക്രോസ് ആർ ദർ ഇൻ ദ ഫസ്റ്റ് ബ്രാഞ്ച് ദാൻ ദ സെക്കൻഡ്? ആദ്യത്തെ കൊമ്പിൽ ഉള്ളതിനേക്കാൾ എത്ര കൂടുതലാണ് രണ്ടാമത്തെ കൊമ്പിലുള്ള കാക്കകളുടെ എണ്ണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. To find how many more we will have to take away 11 from 18. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 18-ൽ നിന്ന് 11 മൈനസ് ചെയ്യണം. 18 ആണ് ലാർജ് നമ്പർ അല്ലേ? 11 എന്ന് പറയുന്നത് സ്മോൾ നമ്പറാണ്. അപ്പോൾ 18-ൽ നിന്ന് 11 മൈനസ് ചെയ്യണം. വാട്ട് ഐ ഡിഡ്, ഞാൻ ചെയ്തത് 10 from 18 leaves 8. 18-ൽ നിന്നും 10 മൈനസ് ചെയ്തപ്പോൾ 8 കിട്ടി. 1 from 8 leaves 7. എന്നിട്ട് 8-ൽ നിന്ന് 1 മൈനസ് ചെയ്തു. അപ്പോൾ ആൻസർ 7 കിട്ടി. അപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത്? 11നെയാണ് ഇവിടെ 2 പാർട്ടാക്കിയിരിക്കുന്നത് അല്ലേ? 10 + 1. എന്നിട്ട് 18-ൽ നിന്ന് മൈനസ് ചെയ്യുകയാണ്. ആദ്യം 18-ൽ നിന്ന് 10 മൈനസ് ചെയ്തു. അപ്പോൾ 8 കിട്ടി. ആ കിട്ടിയ 8-ൽ നിന്ന് 1 മൈനസ് ചെയ്തപ്പോഴാണ് 7 ലഭിച്ചത്. വാട്ട് മൈ ഫ്രണ്ട് ഡിഡ്, എൻ്റെ ഫ്രണ്ട് എങ്ങനെയാണ് ചെയ്തത്? 8 from 18 leaves 10.
18ൽ നിന്ന് 8 മൈനസ് ചെയ്തു, അപ്പോൾ 10 കിട്ടി. 3 ഫ്രം 10 leaves 7. എന്നിട്ട് 10ൽ നിന്നും 3 മൈനസ് ചെയ്തു, അപ്പോൾ 7 കിട്ടി. അപ്പോൾ ഫ്രണ്ട് എങ്ങനെയാണ് 11 ഡിവൈഡ് ചെയ്തത്? 8 + 3 എന്നാണ്. ആദ്യം ഞാൻ ചെയ്തത് 10 + 1 എന്നായിരുന്നു, ഫ്രണ്ട് ചെയ്തത് 8 + 3 എന്നായിരുന്നു. അപ്പോഴും 11 എന്നാണ് ആൻസർ ലഭിക്കുന്നത്. അനദർ വേ, ആദ്യത്തെ രണ്ടിലും 18 ഡിവൈഡ് ചെയ്തിരുന്നില്ല അല്ലേ? ഇതിൽ 10 + 8 എന്നും 11 10 + 1 എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് മൈനസ് ചെയ്യുന്നത്. 10 + 10 0, 8 - 1 7. അപ്പോൾ ഒരുപാട് വഴികളിലൂടെ നമുക്ക് ആൻസർ ലഭിക്കും. Parrots also came to take part in the contest. 7 sat on the lower branch, others sat on the upper branch. മത്സരത്തിൽ പങ്കെടുക്കാൻ തത്തകളും എത്തി. താഴെ കൊമ്പിൽ 7 പേർ ഇരുന്നു, ബാക്കിയുള്ളവർ മുകളിലെ കൊമ്പിലും. If someone came down from the upper branch, we would have the same number on both branches. താഴെയുള്ള കൊമ്പിൽ 7 തത്തകൾ വന്നിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത് മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വന്നാൽ 2 കൊമ്പിലും ഒരേ എണ്ണമാകും എന്നാണ്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. ഇപ്പോൾ താഴെയുള്ള കൊമ്പിൽ എത്ര തത്തകളാണുള്ളത്? 7 തത്തകളാണ് ഉള്ളത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വന്നാൽ മുകളിലും താഴെയും ഒരേ എണ്ണമാകും എന്നാണ്. അപ്പോൾ മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വന്നാൽ ഈ കൊമ്പിൽ ഇപ്പോൾ എത്ര തത്തകളാകും? 7ൻ്റെ കൂടെ 1 കൂടി കൂട്ടിയാൽ നമുക്ക് 8 1 ഉത്തരം കിട്ടും. അപ്പോൾ മുകളിലും എത്ര തത്തകളായിരിക്കും? 8 തത്തകൾ ആയിരിക്കും. 9 തത്തകളാകും ആകെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 1 താഴേക്ക് വന്നു. അപ്പോൾ ഇവിടെ 8 ആയി, മുകളിലും 8 ആയി. So how many parrots on upper branch? മുകളിലെ കൊമ്പിൽ എത്ര തത്തകളുണ്ട്? 8. How many parrots in all? എത്ര പാരറ്റ്സ് ആണ് മൊത്തമായിട്ടുള്ളത്? 16. How many more crows are than parrots? തത്തകളേക്കാൾ എത്ര കാക്കകളാണ് കൂടുതലുള്ളത്? How did you find out? എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ക്രോസിൻ്റെ എണ്ണം എത്രയാണ്? 29 ആണ് അല്ലേ? പാരറ്റ്സോ 16. അപ്പോൾ 29 - 16. 29 നമുക്ക് ഡിവൈഡ് ചെയ്ത് 2 പാർട്ടാക്കാം. 20 + 9. അതുപോലെ തന്നെ 16 10 + 6 എന്നും ആക്കാം. എന്നിട്ട് മൈനസ് ചെയ്യാം. 20 - 10 10 കിട്ടും. 9 - 6 3. എന്നിട്ട് കിട്ടിയ 2 ആൻസറും ആഡ് ചെയ്യുക. 10 + 3 13 എന്നാണ് ആൻസർ. അപ്പോൾ പാരറ്റ്സിനേക്കാൾ ക്രോസ് 13 ആണ് കൂടുതലുള്ളത്. സ്പാരോസ്, കുരുവികൾ. സ്പാരോസ് ഓൾസോ കെയിം ടു ടേക്ക് പാർട്ട് ഇൻ ദ കോണ്ടസ്റ്റ്. കുരുവികളും ഈ മത്സരത്തിൻ്റെ ഭാഗമായി വന്നു. 35 സ്പാരോസ് ഇൻ ഓൾ. 35 കുരുവികളാണ് ഉള്ളത്. ദ സാറ്റ് ഇൻ 3 ബ്രാഞ്ചസ്. അവർ 3 കൊമ്പുകളിലായിട്ട് ഇരുന്നു. 15 സ്പാരോസ് ഓൺ ദ ഫസ്റ്റ് ബ്രാഞ്ച്. ആദ്യത്തെ കൊമ്പിൽ 15 പേരും. 6 സ്പാരോസ് ലെസ് ഓൺ ദ സെക്കൻഡ് ബ്രാഞ്ച്. രണ്ടാമത്തെ കൊമ്പിൽ ഇരുന്നത് ആദ്യത്തെ കൊമ്പിലുള്ളതിനേക്കാൾ 6 എണ്ണം കുറവായിരുന്നു. ആദ്യത്തെ കൊമ്പിൽ 15 ആയിരുന്നു, അതിനേക്കാൾ 6 കുറവാണ് രണ്ടാമത്തെ കൊമ്പിൽ ഇരുന്നത്. ഹൗ മെനി സ്പാരോസ് ആർ ദർ ഓൺ ദ തേർഡ് ബ്രാഞ്ച്? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കൊമ്പിൽ എത്ര കുരുവികളുണ്ട്? അപ്പോൾ അത് കണ്ടുപിടിക്കാം. ഓൺ ദ ഫസ്റ്റ് ബ്രാഞ്ച് 15 കുരുവികളാണുള്ളത്. ഓൺ ദ സെക്കൻഡ് ബ്രാഞ്ച് രണ്ടാമത്തെ ബ്രാഞ്ചിലുള്ളത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ ബ്രാഞ്ചിലുള്ളതിൽ നിന്നും 6 എണ്ണം കുറവ്. അപ്പോൾ 15 - 6 ആൻസർ വരുന്നത് 9. ഓൺ ദീസ് 2 ബ്രാഞ്ചസ് ടുഗദർ. 2 ബ്രാഞ്ചിലെയും കൂടി കൂട്ടിയാൽ എത്രയാണ്? ആദ്യത്തേത് 15, രണ്ടാമത്തേത് 9. അപ്പോൾ 15 + 9 = 24. ഓൺ ഓൾ ദ ബ്രാഞ്ചസ് ടുഗദർ. എല്ലാ കൊമ്പിലും കൂട്ടി എത്ര സ്പാരോസ് ഉണ്ട്? 35 ആണ് ഉള്ളത് അല്ലേ?
ഹൗ മെനി ഓൺ ദ തേർഡ് ബ്രാഞ്ച്? മൂന്നാമത്തെ ബ്രാഞ്ചിൽ എത്രയുണ്ട് അത് കണ്ടുപിടിക്കാൻ 35 മുഴുവൻ സ്പാരോസിൻ്റെ എണ്ണത്തിൽ നിന്നും ഫസ്റ്റ് ബ്രാഞ്ചിലെയും സെക്കൻഡ് ബ്രാഞ്ചിലെയും സ്പാരോസിൻ്റെ എണ്ണം ലെസ് ചെയ്യണം. അപ്പോൾ 35 മൈനസ് 24 എത്രയാണ് കിട്ടുന്നത്? 30 പ്ലസ് 5 20 പ്ലസ് 4. 5ൽ നിന്ന് 4 പോയാൽ 1 എന്ന് കിട്ടും. 30ൽ നിന്ന് 20 മൈനസ് ചെയ്താൽ എത്രയാണ്? 10 എന്ന് കിട്ടും അല്ലേ? 10 പ്ലസ് 1 ഈക്വൽ ടു 11. തേർഡ് ബ്രാഞ്ചിൽ 11 സ്പാരോസ് ആണ് ഉള്ളത്. ഈസ് യുവർ ആൻസർ കറക്റ്റ്? ഹൗ ഡു യു ചെക്ക്? നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്നറിയാൻ 3 ബ്രാഞ്ചും കൂടി കൂട്ടിയാൽ 35 കിട്ടണം. വി ആർ 35. സ്പാരോസ് പറയാണ് വി ആർ 35. വി ആർ 29. ആരാണ് പറയുന്നത്? ക്രോ, കാക്കയാണ് പറയുന്നത്. ഹൗ മെനി സ്പാരോസ് ആർ മോർ ദാൻ ക്രോസ്? എത്ര കുരുവികളാണ് കാക്കകളേക്കാൾ കൂടുതൽ ഉള്ളത്? എങ്ങനെ കണ്ടുപിടിക്കും? 35 മൈനസ് 29 ആണ് അല്ലേ? അപ്പോൾ ആദ്യത്തേത് നോക്കൂ. 35നെ 29 കൊണ്ട് മൈനസ് ചെയ്യാനായിട്ട് 29നെ ഡിവൈഡ് ചെയ്തു, 2 പാർട്ടാക്കി. എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? 25 പ്ലസ് 4 എന്നാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് 35ൽ നിന്നും 25 ആദ്യം മൈനസ് ചെയ്തു, അപ്പോൾ 10 എന്ന ആൻസർ കിട്ടി. ഇനി 25ൻ്റെ കൂടെ 4 കൂട്ടിയാലാണ് 29 അല്ലേ? ആ കിട്ടിയ 10ൽ നിന്നും നമ്മൾ 4 കൂടി മൈനസ് ചെയ്തു, അപ്പോൾ 6 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ 35 മൈനസ് 29 എന്നുള്ളതിൻ്റെ ആൻസർ കിട്ടിയത് 6 ആണ്. ഇനി മറ്റൊരു വഴി നോക്കൂ. 35 മൈനസ് 29 എന്നുള്ളത് 30 പ്ലസ് 5ഉം 20 പ്ലസ് 9 എന്നും ആക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് മൈനസ് ചെയ്ത് നോക്കൂ. എങ്ങനെയാണ്? 30 മൈനസ് 20 10 എന്ന് ആൻസർ കിട്ടി അല്ലേ? അടുത്തത് 5 മൈനസ് 9 ആണ്. 5ൽ നിന്നും 9 ലെസ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ആ 10 കൂടി അതിൻ്റെ കൂടെ ചേർത്താൽ 15 എന്ന് കിട്ടും. 15 മൈനസ് 9 ഈക്വൽ ടു 6. അപ്പോൾ മറ്റൊരു വഴിയിലൂടെ നമുക്ക് 6 ലഭിച്ചു. ഇനി 35നെ 20 പ്ലസ് 15 എന്നും 20 പ്ലസ് 9 എന്നും ചെയ്യാം. 20 മൈനസ് 20 0, 15 മൈനസ് 9 6. We can write 35 as 20 plus 15. അപ്പോൾ ആദ്യത്തേതിൽ 35നെ ഡിവൈഡ് ചെയ്യാതെ 29നെ മാത്രം ഡിവൈഡ് ചെയ്തു. ബാക്കിയുള്ളതിൽ 35 ഡിവൈഡ് ചെയ്തു, 29ഉം ഡിവൈഡ് ചെയ്തിട്ടാണ് മൈനസ് ചെയ്ത് കണ്ടുപിടിച്ചത്. Another way is to find how much added to 29 gives 35. മറ്റൊരു വഴിയിലൂടെ നമുക്ക് 29നോട് എത്ര കൂട്ടിയാലാണ് 35 എന്ന് കണ്ടുപിടിക്കാം. ആദ്യത്തേത് നമ്മൾ മൈനസ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ? ലെസ് ചെയ്തു. ഇതിൽ നമ്മൾ അഡീഷനാണ് ചെയ്യുന്നത്. 29 പ്ലസ് 1 30, 30 പ്ലസ് 5 35. അപ്പോൾ 29 30 ആവാൻ 1 ആണ് വേണ്ടത്, 30 35 ആവാൻ 5 ആണ് വേണ്ടത്. അപ്പോൾ 2 ആൻസർ എന്ന് പറയുന്നത് 1 പ്ലസ് 5 ആണ്. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 6 ആണ് കിട്ടിയത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് സ്പാരോസ് ആൻഡ് ദ നമ്പർ ഓഫ് പാരറ്റ്സ്? എത്രയാണ് സ്പാരോസും പാരറ്റ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്? നമ്പർ ഓഫ് സ്പാരോസ് ഈസ് 35. We have to take away the number of parrots from this. നമുക്ക് സ്പാരോസിൻ്റെ എണ്ണത്തിൽ നിന്ന് പാരറ്റ്സിൻ്റെ എണ്ണം മൈനസ് ചെയ്ത് കളയണം, സബ്ട്രാക്റ്റ് ചെയ്ത് കളയണം. 35 മൈനസ് 16 എങ്ങനെയാണ് ചെയ്തത്? 30 പ്ലസ് 5 10 പ്ലസ് 16. 30 മൈനസ് 10 എത്രയാണ് ആൻസർ കിട്ടുന്നത്? 20 ആണ് ആൻസർ കിട്ടുന്നത്. ഇനി 5 മൈനസ് 6 ആണ്. 5ൽ നിന്ന് 6 മൈനസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പകരം എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന 20ൽ നിന്ന് 1 എടുത്ത് 5ന് കൊടുക്കാം. അപ്പോൾ 6 ആവും അല്ലേ? 5 6 മൈനസ് 6 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 20 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 1 നമ്മൾ 5ന് കൊടുത്തു, അപ്പോൾ ബാക്കി 19 എന്നാണ്. അതല്ലെങ്കിൽ മറ്റൊരു വഴി എന്ന് പറയുന്നത് 20 പ്ലസ് 5 25.
-6. 25 - 6 എന്ന് പറയുന്നത് 19, 19. അങ്ങനെയും ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 20 + 15, 10 + 6. അത് മറ്റൊരു വഴിയാണ്. 20 - 10, 10. 15 - 6, 9. അപ്പോഴും ആൻസർ കിട്ടുന്നത് 10 + 9, 19. To take away 6 from 15, എങ്ങനെയാണ് ചെയ്യുന്നത്? 15 - 5 = 10, 10 - 1 = 9. 15-ൽ നിന്നും 6 മൈനസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 6-നെ 2 പാർട്ടാക്കി 5 + 1 എന്നാക്കി. എന്നിട്ട് 15-ൽ നിന്നും 5 ആദ്യം മൈനസ് ചെയ്തു, അപ്പോൾ 10 കിട്ടി. പിന്നെ 10-ൽ നിന്നും 1 മൈനസ് ചെയ്തു, അപ്പോൾ 9 എന്ന് ആൻസർ ലഭിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഈഗിൾസ് ആർ ലെസ് ദാൻ സ്പാരോസ്? എത്ര പരുന്തുകളാണ് കുരുവികളേക്കാൾ കുറവ്? സ്പാരോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 35 ആണ്. ഈഗിൾസിൻ്റെ എണ്ണം 19 ആണ് അല്ലേ? അപ്പോൾ കുറവെന്ന് പറയുന്നത് ഈഗിൾസ് ആണ്. There are 35 sparrows and 19 of us. എത്രയാണ്? 35 സ്പാരോസും 19 ഈഗിൾസുമാണ് ഉള്ളത്. We can calculate like this also. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 35 - 19. Take away 20 from 35 and then add 1. 35-ൽ നിന്നും 20 മൈനസ് ചെയ്യുക. എന്നിട്ട് അതിൽ 1 ആഡ് ചെയ്താൽ മതി. 35 - 20 ആൻസർ ലഭിക്കുന്നത് 15 എന്നാണ്. ഇനി 15-ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് 16 എന്ന ആൻസർ ലഭിക്കും. ഹൗ ഐ കാൽക്കുലേറ്റഡ്? ഞാൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? 20 + 15, 10 + 9. 20 + 15 എന്ന് പറഞ്ഞാൽ 35 ആയി, 10 + 9 എന്ന് പറഞ്ഞാൽ 19 ആയി അല്ലേ? ഇനി 20-ൽ നിന്നും 10 മൈനസ് ചെയ്താൽ നമുക്ക് 10 എന്ന് കിട്ടും. 15-ൽ നിന്നും 9 സബ്ട്രാക്റ്റ് ചെയ്താൽ ആൻസർ ലഭിക്കുന്നത് 6 എന്നാണ്. ഇനി രണ്ടും കൂടി അഡീഷൻ ചെയ്താൽ 10 + 6, 16 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഈഗിൾസ് 16 എണ്ണം കുറവാണ് സ്പാരോസിനേക്കാൾ. ഫൈനൽ, 42 ബേർഡ്സ് കെയിം ടു വാച്ച് ദ ഫൈനൽ. 42 പക്ഷികൾ ഫൈനൽ കാണാനായിട്ട് വന്നു. ദേ സാറ്റ് ഇൻ 4 ബ്രാഞ്ചസ്. അവർ 4 കൊമ്പുകളിലായിട്ട് ഇരുന്നു. 10 birds on the first branch, 9 birds on the second branch, 10 birds on the third branch. ഫസ്റ്റ് ബ്രാഞ്ചിൽ 10ഉം സെക്കൻഡ് ബ്രാഞ്ചിൽ 9ഉം തേർഡ് ബ്രാഞ്ചിൽ 10ഉമാണ് ഇരുന്നത്. ദ റിമൈനിങ് ബേർഡ്സ് ഓൺ ദ ഫോർത്ത് ബ്രാഞ്ച്. ബാക്കി വരുന്നത് 4ാമത്തെ കൊമ്പിലും. ഹൗ മെനി ബേർഡ്സ് ആർ ഓൺ ദ ഫോർത്ത് ബ്രാഞ്ച്? അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ബ്രാഞ്ചിൽ എത്ര ബേർഡ്സ് ഉണ്ട്? ടോട്ടൽ എത്ര ബേർഡ്സ് ആണ് വന്നത്? 42 ബേർഡ്സ് ആണ് വന്നത്. അതിൽ ഫസ്റ്റ് ബ്രാഞ്ചിലും സെക്കൻഡ് ബ്രാഞ്ചിലും തേർഡ് ബ്രാഞ്ചിലും ഇരുന്ന ബേർഡ്സിൻ്റെ എണ്ണം സബ്ട്രാക്റ്റ് ചെയ്താലാണ് നമുക്ക് ഫോർത്ത് ബ്രാഞ്ചിലുള്ളത് കിട്ടുക. അപ്പോൾ ആ 3 ബ്രാഞ്ചിൽ എത്രയാണ് എന്ന് നോക്കാം. 10 + 9, 19, 19 + 10, 29. ഇനി 42-ൽ നിന്ന് ഈ 29 നമുക്ക് മൈനസ് ചെയ്ത് നോക്കണം. എത്രയാണ് കിട്ടുന്നത്? 30 + 12, 42, 20 + 9, 29. 30 - 20 എത്രയാണ് വരുന്നത്? 10 ആണ് വരുന്നത്. 12 - 9, 3 ആണ് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് 10 + 3, 13. 13 ബേർഡ്സാണ് ഫോർത്ത് ബ്രാഞ്ചിൽ ഇരുന്നത്. 30 from 42 leaves 12. So 29 from 42 leaves 30. മറ്റൊരു വഴി എന്ന് പറയുന്നത് 42-ൽ നിന്നും 30 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 12 എന്ന് ആൻസർ കിട്ടും. സോ 29 from 42 leaves 13. 30 മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് 12 എന്ന ആൻസർ ലഭിച്ചത് അല്ലേ? അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടണം, കാരണം ഇവിടെ 29 ആണ് അല്ലേ? അപ്പോൾ ഒന്നുകൂടി കൂട്ടിയാൽ നമുക്ക് 13 എന്ന് ആൻസർ ലഭിക്കും. ഈസ് ദർ എനി അതർ വേ? ഇനി മറ്റൊരു വഴി ഉണ്ടോ? നമുക്ക് ചെയ്യാം. 20 + 22, 20 + 9 അങ്ങനെയും ചെയ്യാം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ
20 minus 20, 0. 22 minus 9 equal to 13. അങ്ങനെയും ചെയ്യാം. Darts. All are playing darts. Deer, monkey, peacock. എല്ലാവരും ഡാർട്ട് കളിക്കുകയാണ്. Each player can throw 2 darts. If the difference of the numbers hit is a number on the board, then there is a prize of 50. ഒരാൾക്ക് 2 അമ്പുകൾ എറിയാം. കിട്ടിയ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കളത്തിലുള്ള പുറത്തെ സംഖ്യ തന്നെ ആയാൽ 50 രൂപ. അപ്പോൾ ഒരാൾക്ക് 2 ചാൻസാണുള്ളത്. ആ നമ്പറുകൾ 2 നമ്പറുകൾ കിട്ടും. അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പുറമേ കാണുന്ന കോളത്തിലുള്ള നമ്പർ ആവണം. അങ്ങനെയാണെങ്കിൽ 50 രൂപ സമ്മാനമുണ്ട് എന്നാണ് പറയുന്നത്. I got 60 and 28. Does the fox get the prize? ഫോക്സിന് ലഭിച്ചത് 60യും 28ഉമാണ്. അപ്പോൾ പ്രൈസ് ലഭിക്കുമോ? നമുക്ക് നോക്കാം. 60 മൈനസ് 28 എത്രയാണ് വരുന്നത്? 32 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഫോക്സിന് പ്രൈസ് കിട്ടും. Who among these got prizes? ഇനി പറയുന്നതിൽ ആർക്കൊക്കെയാണ് പ്രൈസ് ലഭിക്കുന്നത്? ബിയർ. ബിയറിന് എത്രയാണ്? 60 മൈനസ് 20, 40. 40 ഉണ്ട് അല്ലേ? പുറമേയുള്ള കോളത്തിൽ 40 ഉണ്ട്. അതുപോലെ തന്നെ മങ്കിക്ക് 28 മൈനസ് 16 എത്രയാണ് വരുന്നത്? 12 ആണ് വരുന്നത്. അതും പുറമേയുള്ള കോളത്തിലുണ്ട്. അപ്പോൾ മങ്കിക്കും കിട്ടും പ്രൈസ്. പീകോക്ക് 50 മൈനസ് 36 ആൻസർ വരുന്നത് 14 ആണ്. അതും പുറമേയുള്ള കോളത്തിലുണ്ട്. അപ്പോൾ പീകോക്കിനും പ്രൈസ് ലഭിക്കും. ഡിയറിന് 36 മൈനസ് 28 ആൻസർ വരുന്നത് 8 ആണ്. 8 ഇല്ല. അപ്പോൾ ഡിയറിന് പ്രൈസ് ഇല്ല. ദ പ്രൈസ് വിന്നേഴ്സ്. ആർക്കൊക്കെയാണ് പ്രൈസ് ലഭിക്കുന്നത്? ബെയർ, മങ്കി, പീകോക്ക്. ഫ്രൂട്ട് സ്റ്റാൾ. കണ്ടില്ലേ? ഒരു ഫ്രൂട്ട് സ്റ്റാളാണ്. Monkey bought banana for 40 rupees and mangoes for 45 rupees. He gave 2 50 rupee notes. How much does he get back? ഒരു മങ്കി 40 രൂപയ്ക്ക് ബനാനയും അതുപോലെ തന്നെ 45 രൂപയ്ക്ക് മാംഗോസും വാങ്ങി. 2 50 രൂപയുടെ നോട്ടാണ് കൊടുത്തത്. അപ്പോൾ ബാക്കി എത്ര കിട്ടും? അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫ്രൂട്ട്സ് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 40 plus 45 equal to 85. 250 rupee notes എന്ന് പറഞ്ഞാൽ 50 plus 50 100. ഇനി 100ൽ നിന്ന് 85 ലെസ് ചെയ്യണം. 100 മൈനസ് 85 ഈക്വൽ ടു 15 rupees ആണ് തിരിച്ച് കിട്ടുന്നത്. ഈസ് ദർ എനി അതർ മെത്തേഡ്? എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? 85നെ ഡിവൈഡ് ചെയ്ത് 80 പ്ലസ് 5 എന്നാക്കി. 100നെ ഡിവൈഡ് ചെയ്ത് 80 പ്ലസ് 20 എന്നാക്കി. എന്നിട്ട് മൈനസ് ചെയ്തു. 80 മൈനസ് 80 0. 20 മൈനസ് 5 ഈക്വൽ ടു 15. എലിഫൻറ്റ് ബോട്ട് ഷുഗർ കെയിൻ ആൻഡ് കോക്കനട്ട് ലീവ്സ് ഫോർ 90 rupees. ദ പ്രൈസ് ഓഫ് ഷുഗർ കെയിൻ ഈസ് 60 rupees. ആന ഓലയും അതുപോലെ തന്നെ കരിമ്പും വാങ്ങിച്ചു. 90 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഷുഗർ കെയിൻ കരിമ്പിന് 62 rupees ആണ്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് കോക്കനട്ട് ലീവ്സ്? അപ്പോൾ ഓലയ്ക്ക് എത്ര രൂപയാകും? എങ്ങനെ കണ്ടുപിടിക്കും? 90 മൈനസ് 62. ടോട്ടൽ 90 ആണ് അല്ലേ? അതിൽ നിന്നും ഷുഗർ കെയിനിൻ്റെ 62 മൈനസ് ചെയ്താൽ കോക്കനട്ട് ലീവ്സിൻ്റെ എമൗണ്ട് കിട്ടും. 90 മൈനസ് 62 ഈക്വൽ ടു 28 rupees ആണ് കോക്കനട്ട് ലീവ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. സർക്കസ് സ്റ്റാർട്ട്സ് അറ്റ് 4 PM. 4 മണിക്ക് സർക്കസ് തുടങ്ങും. 7 monkeys came to watch the circus. 7 കുരങ്ങന്മാർ സർക്കസ് കാണാൻ വന്നു. 20 rupees for a chair and 10 rupees for a seat in the gallery. 20 രൂപയാണ് ചെയറിന്, 10 രൂപയാണ് ഗാലറിക്ക്. How much more for chair than gallery seats for all? ഗാലറിയിൽ ഇരിക്കുന്നതിനേക്കാൾ എത്ര രൂപയാണ് ചെയറിൽ ഇരിക്കാൻ കൂടുതൽ കൊടുക്കേണ്ടത്? അപ്പോൾ ചെയറിൽ ഇരിക്കാൻ എത്ര രൂപ വേണം? 7 monkeys ആണ് അല്ലേ? 20, 40, 60, 80, 100, 120, 140. 140 രൂപ വേണം. 20 രൂപ വെച്ച് 7 ആൾക്ക്.
10 റുപ്പീസിൻ്റെ ഗാലറിയിലിരിക്കാനോ 10, 20, 30, 40, 50, 60, 70. ഇനി അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 140 മൈനസ് 70 ഈക്വൽ ടു 70 റുപ്പീസാണ് ചെയറിലിരിക്കാൻ കൂടുതലായിട്ട് വേണ്ടത്. ഹൗ മെനി റാബിറ്റ്സ്? There were rabbits also at the forest fest. 85 rabbits in all. 23 of them are young. ഫോറസ്റ്റ് ഫെസ്റ്റ് കാണാൻ റാബിറ്റ്സും മുയലുകളും വന്നു. 85 റാബിറ്റ്സ് ആണ് വന്നത്. അതിൽ 23 യങ് ആയിരുന്നു, കുട്ടികളായിരുന്നു. ഹൗ മെനി ഗ്രോൺ അപ്പ് റാബിറ്റ്സ്? എത്ര വലിയ മുയലുകളുണ്ട്? 85 മൈനസ് 23. കുട്ടികളുടെ എണ്ണം മൈനസ് ചെയ്താൽ മതി അല്ലേ? എത്രയാണ്? 62 റാബിറ്റ്സ് ആണ് ഗ്രോൺ അപ്സ് ഉണ്ടായിരുന്നത്. ദർ ആർ 38 ഫീമെയിൽ റാബിറ്റ്സ്. ഈ 85 റാബിറ്റ്സിൽ 38 ഫീമെയിൽ പെൺമുയലുകളായിരുന്നു. ഹൗ മെനി മെയിൽ റാബിറ്റ്സ്? ആൺമുയലുകൾ എത്ര? എങ്ങനെ കണ്ടുപിടിക്കും? 85 മൈനസ് 38 ഫീമെയിൽ റാബിറ്റ്സ് മൈനസ് ചെയ്താൽ നമുക്ക് മെയിൽ റാബിറ്റ്സിൻ്റെ എണ്ണം കിട്ടും. 47 മെയിൽ റാബിറ്റ്സ് ആണ് ഉള്ളത്. 85 മൈനസ് 38 ഈക്വൽ ടു 47. ജാമൂൻ. There were 3 animals in the final round of the jamun gathering contest. See how many jamuns each animal collected. Find the number of jamuns each collected the third time. 3 animals ആണ് അവസാനം ഞാവൽ പറക്കുന്ന മത്സരത്തിൽ പങ്കെടുത്തത്. അവർ കളക്ട് ചെയ്ത ജാമൂൻസിൻ്റെ എണ്ണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ, ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം. ടോട്ടൽ തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും തന്നിട്ടുണ്ട്. തേർഡ് ടൈം കണ്ടുപിടിക്കണം. ജിംബു മങ്കി, ജിംബു കുരങ്ങൻ എത്രയാണ്? 89 ആണ് ടോട്ടൽ. ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും എന്ന് പറയുന്നത് 22, 27 ആണ്. അപ്പോൾ തേർഡ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും ആഡ് ചെയ്യണം. എന്നിട്ട് ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും കണ്ടുപിടിക്കാം. ആദ്യത്തേത് 22 + 27 ഈക്വൽ ടു 49 ആണ് കിട്ടുന്നത്. ഇനി അത് ടോട്ടലിൽ നിന്നും മൈനസ് ചെയ്യാം. ടോട്ടൽ എത്രയാണ്? 89 മൈനസ് 49 ഈക്വൽ ടു 40 ആണ് ജിംബു മങ്കി തേർഡ് ടൈം കളക്ട് ചെയ്തത്. ഇനി മിട്ടു റാബിറ്റ്, മിട്ടു റാബിറ്റിൻ്റേത് 72 ആണ് ടോട്ടൽ. 24ഉം 29ഉമാണ് ഫസ്റ്റും സെക്കൻഡും കളക്ട് ചെയ്തത്. അപ്പോൾ 24 + 29 ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും ആഡ് ചെയ്തപ്പോൾ നമുക്ക് 53 എന്ന് കിട്ടി. ഇനി അത് 72വിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ എത്രയാണ് ആൻസർ ലഭിക്കുന്നത്? 19. തേർഡ് ടൈം കളക്ട് ചെയ്തത് 19 ആണ്. ഇനി ചെമ്പൻ സ്ക്വിരലാണ്. ചെമ്പൻ അണ്ണാൻ്റേത് 90 ആണ് ടോട്ടൽ. 23 + 28 ആണ് ഫസ്റ്റും സെക്കൻഡും. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 23 + 28 ഈക്വൽ ടു 51 ആണ് ഫസ്റ്റും സെക്കൻഡും ആഡ് ചെയ്തപ്പോൾ ലഭിച്ചത്. ഇനി ടോട്ടൽ എന്ന് പറയുന്നത് 90 ആണ്. 90 മൈനസ് 51 ഈക്വൽ ടു 39. തേർഡ് ടൈം കിട്ടിയത്. Okay dears, complete your textbook activities and study well. See you in next class. Thank you.